ചലച്ചിത്ര താരം കലാഭവൻ നവാസിന് വിട. സിനിമ ടെലിവിഷൻ താരം കലാഭവൻ നവാസ് അന്തരിച്ചു. രാത്രി ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. പ്രസാദ്, അപ്രതീക്ഷിത വിയോഗത്തിൽ കലാകേരളം വളരെയധികം ദുഃഖത്തിലാണ്. നിലവിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷം ഖബറടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അപ്രതീക്ഷിത വിയോഗം തന്നെയാണ് കലാഭവൻ നവാസിന്റേത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോറ്റാനിക്കര കഴിഞ്ഞ 25 ദിവസമായി അവിടെ തുടരുന്നുണ്ട്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് 25 ദിവസമായി ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 25 ദിവസമായി ഇതിനെ സംബന്ധിച്ച് ഈ ഷൂട്ടിങ്ങുമായി സംബന്ധിച്ച് ആ ഹോട്ടൽ മുറിയിൽ തന്നെ ആയിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ അത് പാക്കപ്പ് ആയിരുന്നു. അതിന്റെ ചിത്രീകരണം എല്ലാം പൂർത്തിയായിരുന്നു. അതിനുശേഷം തിരിച്ച് മുറിയിലെത്തി അവിടെ നിന്ന് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയ്ക്കാണ് പിന്നീട് ഇത്തരത്തിലൊരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നത്. സാധനങ്ങൾ എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി എത്തിയ ശേഷം പിന്നീട് എല്ലാവരും മറ്റ് താരങ്ങൾ പോലും മുറി ഒഴിഞ്ഞിട്ടും ഈ കലാഭവൻ നവാസിനെ കാണാനില്ലായിരുന്നു. അതിനുശേഷം റൂമിലെത്തി റൂം തുറന്നു നോക്കുമ്പോഴാണ് റൂം ബോയ് ഹോട്ടലിലെ റൂം ബോയ് ചെന്ന് തുറന്നു നോക്കുമ്പോഴാണ് ഉള്ളിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എത്തിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒരു അപ്രതീക്ഷിത വിയോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആലുവ MLA അൻവർ സാദത്ത് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹവുമായി ഏറെ നാളായി ബന്ധമുള്ള ഒരാളായിരുന്നു. ആരോഗ്യപരമായി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. MLA അടക്കം ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചറിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നുള്ളതും കൂടിയുണ്ട്. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളതൊക്കെ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അറിയുക. എന്തായാലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടവും എല്ലാം പൂർത്തിയായ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഏറെ നാളായി ഈ മിമിക്രി രംഗത്ത് വലിയ രീതിയിൽ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. മാത്രമല്ല താരസംഘടനയായ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിലൊക്കെ അടക്കം കലാഭവൻ നവാസ് സജീവ സാന്നിധ്യം കൂടിയായിരുന്നു. ഒപ്പം തന്നെ ഒരു മിമിക്രി കലാരംഗത്ത് മിമിക്രി സിനിമാ രംഗത്ത് സഹനടനായി നിരവധി സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കലാഭവൻ നവാസ്. ഈ പഴയ നാടക നടനായ അബൂബക്കറിന്റെ മകനാണ്. ഒപ്പം തന്നെ ചേട്ടൻ നിയാസ് ഇതോടൊപ്പം തന്നെ ടെലിവിഷൻ താരമാണ്. അപ്പോൾ ഏറെ നാളായി ഇതിനെ സംബന്ധിച്ച മിമിക്രി താരം എന്നതിലുപരി അഭിനേതാവ്, ഗായകൻ എന്നുള്ള നിലയിലൊക്കെ ശ്രദ്ധേയനായിരുന്നു കലാഭവൻ നവാസ് എന്നതും കൂടിയുണ്ട്. പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഈ ജനനം. ഇപ്പോൾ നാട്ടിലും വിദേശത്തും എല്ലാമായി സ്റ്റേജ് ഷോകളിലൂടെയാണ് ഇത്തരത്തിലുള്ള മിമിക്രി രംഗത്ത് കൂടുതൽ വളർന്നത്. പിന്നീട് സഹോദരനായിട്ടുള്ള നിയാസ് ബക്കറിനൊപ്പം കൊച്ചിൻ ആർട്സ് എന്ന മിമിക്രി ട്രൂപ്പ് എല്ലാം രൂപീകരിച്ച് പരിപാടികളെല്ലാം അവതരിപ്പിച്ചു വരികയായിരുന്നു. സിനിമകളെ സംബന്ധിച്ച് നായക പ്രാധാന്യമുള്ള വേഷങ്ങളൊന്നും അത്രത്തോളം അധികം ചെയ്തിട്ടില്ലെങ്കിലും സഹനടനായും അല്ലെങ്കിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ച നിരവധി സിനിമകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഒപ്പം തന്നെ ചലച്ചിത്ര താരമായ രഹനയാണ് ഈ കലാഭവൻ നവാസിന്റെ ഭാര്യ. 3 മക്കളാണ് ഉള്ളത്. ഇന്നിപ്പോൾ പൂർത്തിയാകാനുള്ളത് ഇൻക്വസ്റ്റ് നടപടികളും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൃത്യമായ ഒരു മരണകാരണം നമുക്കറിയാൻ സാധിക്കുക. ഹൃദയാഘാതം എന്നുള്ളതാണ് ഈ ഒരു ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഡോക്ടർമാരുടെ പ്രാഥമിക പരിശോധനയിലടക്കം അറിയാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ഇനി അറിയേണ്ടത് ഈ ഒരു ഖബറടക്കം നടക്കാനിരിക്കുന്ന സമയം
അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഖബറടക്കം ഉണ്ടാകുമോ എന്നുള്ളതും കൂടിയാണ് അജിന. തീർച്ചയായും ചലച്ചിത്ര താരം കലാഭവൻ നവാസിന് വിട. സിനിമ ടെലിവിഷൻ താരം കലാഭവൻ നവാസ് കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും. വിവരങ്ങൾ നൽകിയത് പ്രസാദ് കാളിദാസനാണ്.